ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മരുന്ന് മന്ത്രമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. മന്ത്രം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ തീക്കണലൊക്കെ കോരി വന്നിട്ട് ഇങ്ങനെ വൈക്കോൽ വേസ്റ്റ് ചെയ്യുന്ന വൈക്കോലിൽ അതിട്ടിട്ട് പുകയ്ക്കുകയാണ് ചെയ്യാറ്. അതായത് കൊതും പ്രാണിയും ഈച്ചയൊക്കെ പോകാൻ. ഇതിപ്പോൾ നന്നായി കറങ്ങിയിട്ട് തൊഴുത്ത് മൊത്തം പരക്കും. വൈകിട്ടാണെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണം പേപ്പർ ഉപയോഗിച്ചിട്ട് അങ്ങനെ പുകയ്ക്കും. ഇത് നമ്മൾ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, ഇത് പശുവിൻ്റെ മേലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വേപ്പെണ്ണ. ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെല്ലിനൊക്കെ ഉള്ള മരുന്നില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അളവ്. ഇനി സോപ്പും പൊടി ഇട്ടു. പിന്നെ അത് കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യും. ഇപ്പോൾ തന്നെ കളർ ചേഞ്ച് ആയി കണ്ടോ, ഒരു വെള്ള കളറായില്ലേ. ഇനി അത് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം അത് സ്പ്രേ ചെയ്യാം. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ മോരിക്കുട്ടിക്ക് കാലിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു മുഴ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇന്നലെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ 2 തരം ഗുളികകളും ഒരു ഓയിൻമെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ പശുക്കുട്ടൻ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. ക്ഷമ തീരെ ഇല്ലാത്ത കാരണം വേഗം പുല്ലൂട്ടിക്ക് കടന്നു നിന്നു. അത് നമ്മൾ പറ്റിക്കുകയാണല്ലോ പഴത്തിൻ്റെ ഇടയിൽ ഗുളിക വെച്ചിട്ട്. പക്ഷെ അവൻ നന്നായിട്ടത് കഴിച്ചു കേട്ടോ, എല്ലാം നന്നായിട്ട് കഴിച്ചു. അടുത്ത ഇനി ഓയിൻമെൻറ്റ് പറ്റാനാണ്. അപ്പം വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തേക്ക് കടന്ന കാരണം. എന്തായാലും പുറത്തേക്ക് ഇറക്കി കെട്ടണമല്ലോ, അത് കാരണം നമ്മൾ പിന്നെ ഉള്ളിലേക്ക് ആക്കിയില്ല. അങ്ങനെ കുറച്ച് നേരത്തെ വികൃതി കാട്ടലിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ മരുന്ന് പുരട്ടി കാലിൻ്റെ മുകളിൽ. ഇനിയും നമ്മൾ വേപ്പെണ്ണ കണ്ണിന് ചുറ്റോറും ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. ലാസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. അങ്ങനെ പശുക്കുട്ടിയെ പുറത്തിറക്കി കിട്ടി. പിന്നെയെന്ന് പറയുന്നത് ബാക്കിയുള്ള പശുക്കളുടെ കണ്ണിൻ്റെ മുകളിലൊക്കെ തേച്ചു. ഈച്ചയെ കടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളിനി പുറത്തിറക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ചിലർക്ക് ഭയങ്കര തേക്കാൻ എളുപ്പമാണ് കേട്ടോ, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്പ്രേ ചെയ്തു കേട്ടോ, എല്ലാ പശുക്കളുടെ മേലും സ്പ്രേ ചെയ്തു. അപ്പോൾ അവർക്ക് അത്രയും ഈച്ച കടിക്കൊന്നുമില്ല. എന്തായാലും അതൊക്കെ പാറ്റും പ്രാണിയും ഒന്നും അവരുടെ അടുത്തേക്ക് എടുക്കില്ല, അതിൻ്റെ സ്പ്രേയുടെ മണം പോണവരെ. പിന്നെ ബാക്കി അവരെ പുറത്തേക്ക് ഇറക്കി കിട്ടുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.